നിങ്ങൾ കല്യാണം കഴിച്ചവരാണോ? മാട്രിമോണി സ്കാം ആണോ? നിങ്ങൾ ഡൗറി വാങ്ങുമോ? ഞാൻ വാങ്ങത്തില്ല. ഞാനും വാങ്ങില്ല. So let's have a discussion. Welcome to the first episode of NSN podcast. No script needed. So നമുക്ക് ഇന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേരുണ്ട്. Sal and Arun. Arun is from Kakarad and Sal is from Fort Kochi. With Mammootty reference. So നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു കട്ടൻ ചായ, ഒരു ഓറഞ്ച് അല്ല കുറച്ച് ഓറഞ്ച് ഉണ്ട്, പിന്നെ വിഷുവിന് ബാക്കി ഒന്ന് തണ്ണിമത്തൻ. ഇതെല്ലാരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്. ഇതിങ്ങനെ എടുത്തെടുത്ത് പറയണ്ട. സോ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ. വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് NSN. അല്ല, ബേസിക്കലി പോഡ്കാസ്റ്റ് നമ്മളെന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് റാൻഡം കൈൻഡ് ഓഫ് ടോക്സ്, അല്ലാതെ വളരെ ഫാക്ച്വൽ ആയിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമോ പ്ലാറ്റ്ഫോമോ ആയിരിക്കില്ല. ബിക്കോസ് ഇപ്പൊ തന്നെ അവൻ ഇരിക്കുന്നുണ്ടല്ലേ, യായ പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഗസ്റ്റ് ആണ് സലിൽ. മമ്മൂട്ടി ഒക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അതെ, നമ്മളിന്ന് ബേസിക്കലി സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ എല്ലാവരും കുറെ ആൾക്കാർ പ്രശ്നം ഫേസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല? അതെ, അതൊരു ഫാക്ടറാണ്. അതിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് ഞാനും ബെവിനും. അതെ, പക്ഷെ കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര് രണ്ടും. ഇവരോട് നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ഇവരുടെ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ്. ഇവർ രണ്ടുപേരുടെ കല്യാണമാണ് ഈ വർഷം. അത് ഇത് താങ്ക് യു യായോ മാത്രം പറയാൻ. സലീലിനോടൊപ്പം ചോദിക്കട്ടെ, സലീലാണ് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പെണ്ണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും പ്രായം കൂടുതലും സലീലാണ്. പ്രായം കൂടുതൽ സലീലിന് 26 വയസ്സ്, ഞങ്ങൾക്കൊക്കെ 25 വയസ്സ്. ഇല്ല, എനിക്ക് 28 വയസ്സായി. എപ്പോ ഏത് വർഷം? ഈ വർഷം 29 ആവും. അതെ, ചർച്ച മാറിപ്പോണം. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമായിട്ട്, അതല്ല ഈ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ? ഫസ്റ്റ് ടൈം. അതല്ല, സിനിമയിൽ കാണുന്ന പോലെയാണോന്ന് വെച്ചാല്, ഇപ്പോ ഞാൻ മാട്രിമോണിന്നാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പൊ മാട്രിമോണിയിലെ കല്യാണാലോചന എന്ന് പറഞ്ഞാല് കുറെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അത് മാട്രിമോണി സ്കാമാണ്. ഇപ്പൊ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം മാട്രിമോണിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ പെണ്ണുങ്ങള് ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഇടുന്നുണ്ടാവില്ല. അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലിടാറില്ല. അപ്പോ ഫോട്ടോ ഇടാണ്ട് നമുക്ക് ഒരാളെ ആദ്യം എന്തൊക്കെയാണെങ്കിലും ഒന്ന് കാണണമല്ലോ. അപ്പൊ അത് ഉണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ അതിലും വിടും, നമുക്ക് ഫോട്ടോ വേണ്ട, ആത്മീയ ഭംഗിയാണല്ലോ. അപ്പോ അതും പിന്നെ ഇങ്ങോട്ടും വരും സത്യമായിട്ട് വരും. അപ്പൊ ഇങ്ങോട്ടും വരുന്നതില് പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഫോട്ടോ ഇടാത്തോണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് ഫോട്ടോ ഇടാണ്ട് ഇത് മുൻപോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഫോട്ടോ ഇടാണ്ട് വെച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരും. ഭയങ്കര ടാസ്ക് ആണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞാൽ. മാട്രിമോണിന്ന് മാത്രമല്ല, മൊത്തത്തിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാട്ടിലാണ് ജോലിയെങ്കിൽ അവരിപ്പോ വെറുതെ നിക്കണെങ്കിലും അവര് ലൊക്കേറ്റഡ് ടു അനദർ കൺട്രി, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഫസ്റ്റ് റിജക്ഷൻ ആണ്. നമ്മൾ ഇവിടെ നാട്ടിൽ ജോലി എടുത്തു വരുമ്പോൾ ഇവർക്ക് പുറത്തു പോകണം. അപ്പൊ ഇവരായിട്ട് പുറത്തു പോകണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് കനേഡിയൻ. അപ്പൊ അതാണ് മെയിൻ പ്രശ്നം. നാട്ടിലുള്ളവർക്ക് മിക്കവരും UK-യിലും കാനഡയിലും ഒക്കെ പോകുന്നതാണ്. അപ്പോ ഇപ്പോ ആദ്യം തന്നെ ചോദിക്കുന്നു, നമ്മള് വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ടാവും നാട്ടിലാണ് ജോലിയെങ്കിലും ആദ്യം തന്നെ എപ്പോ പോകും പുറത്തോട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞ് നാട്ടിലുള്ളവരെ കിട്ടിയാൽ തന്നെ, ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അപ്പൊ ഏറ്റവും വെറൈറ്റി പെണ്ണ് കല്യാണാലോചന മുടങ്ങിയ കേസ് അതാണെന്ന് തോന്നുന്നു. അത് മലയാള സിനിമയ്ക്ക് ഞാനൊരു നല്ല നമസ്കാരം തീർത്തു. കാരണം മലയാള സിനിമയിൽ ഇപ്പൊ കൊച്ചി എന്ന് പറയുമ്പോ കഞ്ചാവ്, വെട്ടൻകുത്തും, വടിവാള് ഇതൊക്കെ പറയുന്നുണ്ട്. മട്ടാഞ്ചേരി മാർട്ടിനെ അറിയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇതാണ് ഇപ്പൊ കലൂരുള്ളവര് പോലും, നമ്മൾ കൊച്ചിയാണെന്ന് പറയുമ്പോൾ
റിജക്ട് ആയി. കലൂരും ഈ തോമ്പടി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് പാലത്തിന്റെ വ്യത്യാസം. അപ്പോ അങ്ങനെ കൊറേ റിജക്ഷൻ വരുന്നത്. ഇപ്പൊ ആലുവയെ ഭാഗത്തുള്ളവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാല് കൊച്ചിയിലോട്ട് വരുമ്പോ അറിയാലോ ഭയങ്കര ഡിസ്റ്റൻസ് കുറവായിരിക്കും, വീട് സ്ഥലമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോള് വീടിന് സ്ഥലമില്ല, ഉമ്മറത്ത് എന്താണ് ഇതാണുള്ളത്, കാല് വെക്കാനുള്ള സ്ഥലമുള്ളൂ, മണ്ണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുടങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യം തമാശയായിട്ട് വരുമെങ്കിലും റിയാലിറ്റിയിലോട്ട് വരുമ്പോഴാണ് ഈ മുടങ്ങലൊക്കെ സ്ഥലം പണ്ട് കേൾക്കുമ്പോ ഇതൊരു തമാശയാണെന്നുള്ള രീതിയിൽ കുറെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടി തുടങ്ങിയപ്പോഴും പിന്നെ ഇങ്ങനെ കണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകും. പിന്നെ ഈ മറ്റു പരിപാടി ഉണ്ടാവും, ഈ എല്ലാരും മാറിത്തരോ നിങ്ങൾക്ക് വേണ്ടി മാത്രം? അല്ല, നമുക്ക് സെപ്പറേറ്റ് റൂം, AC റൂമൊക്കെ കിട്ടും. അതൊക്കെ ഒരു ഫണ്ണാണ്. അല്ല, AC റൂം മാത്രമുള്ള ഫണ്ട്. AC റൂം കിട്ടും. പിന്നെ ഭക്ഷണം, ഇപ്പോ ഞാൻ ആദ്യം പോയപ്പോൾ അവിടെ നിന്ന് മിച്ചറും ചായ ബിസ്ക്കറ്റ് ഇതൊക്കെയായിരുന്നു. അത് മറ്റേ രണ്ടാമത്തതില് പോയപ്പോൾ ഉന്നക്കൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ ആക്ച്വലി സെൻട്രൽ സ്ക്വയറിൽ നിന്നാണ് കണ്ടത്. അതിന്റെ തീരുമാനം ആദ്യത്തെ തന്നെ മനസ്സിലായിരുന്നു. പിന്നെ നാലാമത്തത് ആൾക്കാര് അവിടെ ചെല്ലുമ്പോളേ കടയിൽ നിന്ന് വാങ്ങിയതല്ലാതെ അവരുണ്ടാക്കിയ അതാണ് പറഞ്ഞു വരുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ പെണ്ണ് കണ്ടവർക്ക് ചിലപ്പോ റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പൊ മിക്സർ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാല് ഇവര് കുറെ നാളായിട്ട് ഈ പറഞ്ഞ പോലെ ഫുഡ് കല്യാണം നോക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ടാവും ബേക്കറി. ഇപ്പോ ഉന്നക്ക എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു മീഡിയം റേഞ്ച്. പിന്നെ പത്തിരിയും ബീഫൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ, മട്ടനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസ് പെണ്ണ് കാണലിന്റെ ലെവലാണ്. ആണെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാടായി. കൊറേ പേരിൽ ഒരുത്തരാണ് നീ വന്ന് കാണുന്നത്. ബേക്കറി ആണെങ്കിൽ അതാണ്. ചിലപ്പോ ഓൺ ദ സ്പോട്ട് ഒരാൾ പോയിട്ട് അടുത്ത ആളായിരിക്കും ഞാൻ. എന്റെ ടൈമിംഗ് ഒക്കെ അങ്ങനെ ഇരിക്കാം. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ നീ? അല്ല, അങ്ങനെയല്ല, ഞാനൊരു അഭിശ്വാസം. അവസാനം അങ്ങനെ ആലുവന്ന് തന്നെ കിട്ടി. നന്നായി. അപ്പൊ അങ്ങനെയാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ പ്രായം കുറവാണല്ലേ? അതെ, പ്രായം കുറവാ. പക്ഷെ ഇവനെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ എക്സ്പീരിയൻസ് ആവുമ്പോ പറയും ഭയങ്കര ആത്മാർത്ഥമുള്ളവനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ എപ്പോഴാന്ന് വെച്ചാല്, ഞാനൊരു ദിവസം ഇവൻ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാരും പറയും കൂട്ടുകാരി പെണ്ണ് കിട്ടി കഴിഞ്ഞാൽ നമ്മളെ ഇഗ്നോർ ചെയ്യാൻ. പക്ഷെ ഇവൻ ഇഗ്നോർ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാരണം എന്താണെന്നറിയോ, ഇവനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വിളിച്ചു, ഞാൻ മറന്നു ഇവൻ പെണ്ണ് കാണാൻ പോണാര്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവന് വൈകുന്നേരം വിളിച്ചിട്ട് തന്നെ ഇവൻ പറയണെന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പനമ്പള്ളി നേറിലേക്ക് പോവാണ്, നീ വരണമെങ്കിൽ നമുക്ക് ചായ പിടിക്കാം. അല്ല, ഞാൻ പെണ്ണ് കണ്ടോണ്ടിരിക്കും. പെണ്ണ് കണ്ടോണ്ടിരിക്കും. ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഫോൺ എങ്ങനെ എടുത്ത്? അത് ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെ സംസാരിക്കാൻ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് നീ വിളിച്ചത്. ഞാനാണെങ്കിൽ എടുക്കൂല. പക്ഷെ അത്ര ആത്മാർത്ഥ ഉള്ളതിന് എങ്ങനെയാണ് ആ പെണ്ണിനെ കിട്ടിയെന്നാടാ. തോറ്റു അവസാനം ജയിച്ചില്ലേ? ഇല്ല, എനിക്കങ്ങനെ തോക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ കുളിച്ചോ ഇല്ല, അതിപ്പോ കൊറേ നാള് ഇവന് കല്യാണം വേണ്ടായിരുന്നു, മാട്രിമോണി കേറൂല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ കല്യാണം ഉറപ്പിച്ചത്. ഇവരങ്ങനെ കേറാണ്ടിരിക്ക. നമ്മള് രാത്രി കാക്കനാടിലൊക്കെ പോകുമ്പോള് ഇവൻ എന്റെ മാട്രിമോണിയിൽ കേറുന്നുണ്ടല്ലോ. ഇവന് സ്വന്തമായിട്ട് വേണ്ട, മറ്റുള്ളവരിൽ കേറാനാണ് ഇഷ്ടം. അല്ല, അന്ന് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ നടക്കുന്ന സമയമായിരുന്നു. അതെന്താണ് നിനക്ക് വേണ്ടത്? പിന്നെ ഇവൻ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കാറിൽ പോയ സമയത്തും ഇവന് വേണ്ടി നോക്കിയതാണ്. അത് ഒരു മാട്രിമോണി അല്ല, 3 ഞങ്ങള് 3 മാട്രിമോണിന്ന് ഒരേ പെണ്ണിനെ തന്നെ കണ്ടു. അങ്ങനത്തെ എന്നിട്ടും കിട്ടിയില്ല. പോയിട്ട് പൈസ പോയില്ലേ? ഇല്ല, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് അടിപൊളി. ഞാൻ നോക്കുമ്പോളേ ഒരു ദിവസം പുള്ളി വേറൊരു ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് ഇവരുടെ ഗെയിം എന്താന്ന് വെച്ചാൽ വെറൈറ്റി ഗെയിം. ഒരുത്തം കോഡ് പറയും മാട്രിമോണിയുടെ, ഒരുത്തം കോഡ് പറയും. അപ്പൊ മറ്റവൻ ആ പെണ്ണിന്റെ ഡീറ്റെയിൽസ് പറയും. ഭയങ്കര അശ്വമേധം ഗെയിം. സെയിം തന്നെ ഞാനും സല്ലും കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ കോഡ് പറയും, ഇല്ലെങ്കിൽ പേര് പറയുമ്പോ സല്ല് ഫാമിലി ഡീറ്റെയിൽസ് പറയും, എവിടെയാ പഠിക്കണതെന്ന് പറയും, അല്ലെങ്കിൽ എവിടെയാ വർക്ക് ചെയ്യണമെന്ന് പറയും. 3 മാട്രിമോണിയിൽ സല്ല് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻവോൾവ്മെന്റ് വേണം ഈ പരിപാടിക്ക്, അല്ലാണ്ട് വെറുതെ കിട്ടൂല ഇത്. പക്ഷെ എന്നിട്ട് കിട്ടി. അത് കിട്ടി. പിന്നെ സല്ല് പറഞ്ഞൊരു കേസ് ശരിയാ, പെൺപിള്ളേരുടെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്ക് പോയിട്ടില്ലെങ്കിലും അത് പറയാൻ പറ്റില്ല. അവരുടെ എക്സ്പെക്ടേഷൻ ചിലപ്പോ നാളെ വന്നിട്ട് പറയും കല്യാണം ഉറപ്പിച്ചു എന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരേ ഒരാള് നീയാണ്. ഞാൻ അങ്ങനെ പറയൂല.
അല്ലെ ഇനി എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടിയവന്റെ അഹങ്കാരം അവിടെ. ഞാൻ സിംപ്ലിസിറ്റി ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ പുറത്തേക്ക് പോണ കേസ് കുറെ പേര്, കാരണം എന്നോട് തന്നെ ഇപ്പൊ ഇവിടെ നാട്ടില് ജോലി ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ ഒരു മേജർ റീസൺ അവർ പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു റീസണിലാണ്. ഭയങ്കര ഇതാണ്. അല്ലാതെ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എനിക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള എന്തിനാണ് കല്യാണം ഇത്ര വലിയ രീതിയിൽ നടത്തുന്നത് എന്നുള്ളത്. ബഡ്ജറ്റിങ് അപ്പൊ എങ്ങനെയാ നിങ്ങൾ പ്ലാൻ ചെയ്യണേ? ലോണാണോ? ബഡ്ജറ്റിങ് അറിയാലോ, നമുക്ക് രാജമൗലി പോലെ നടത്തണമെന്നൊക്കെ ഉണ്ട്. പിന്നെ കാശ്, പ്രൊഡ്യൂസർ, സ്പോൺസർഷിപ്പ് ആണെങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ. അതായത് അവതാറാണ് അങ്ങനെ പറയാ വേണമെങ്കിൽ. പക്ഷെ കല്യാണിക്ക് തോന്നുന്നത് ട്രഡീഷണലി ഇങ്ങനെ കണ്ടുവരുന്നതിന്റെ ഒരു കാഴ്ചപ്പാടുകളാണ്. ഫ്യൂച്ചറിൽ അത് മാറുമായിരിക്കും. അല്ല, പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നടത്തണം എന്ന് പറഞ്ഞാലും ആദ്യം സമ്മതിക്കാത്ത വീട്ടുകാരാണ്. ഏറ്റവും വലിയ അലമ്പെന്നാ പറയുക ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കസിൻസിന്റെ ഒക്കെ പരിപാടി നടക്കുമ്പോ അലമ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറേ പേരെ വിളിച്ചു വരുമ്പോ ആരെങ്കിലൊക്കെ വിളിക്കാൻ വിട്ടു. അത് വലിയ വിഷയമായിട്ടുണ്ട്, മനസ്സിലായോ? വലിയ വിഷയങ്ങളായിട്ടുള്ള എന്റെ ഞങ്ങളുടെ ഫാമിലി നടന്നൊരു കാര്യമാണ്. വീട്ടിൽ കേട്ടാണ്ടാവും എന്റെ ഫാമിലി വിളിക്കാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ തന്നെ വിളിക്കാത്ത ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ എന്താ പറയാ ക്ഷണിച്ചോ ക്ഷണിച്ചില്ല എന്നുള്ളൊരു ഡൗട്ടിൽ ഇരുന്നിട്ട് അവരെ കല്യാണത്തിന് വന്നില്ല. അതായത് കല്യാണമാണെന്ന് പറഞ്ഞു, പക്ഷെ വരണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വരണം എന്നുള്ളൊരു ഇത് പറയേണ്ട ഒരു അത് പറഞ്ഞില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ പുറത്ത് വരണോ വേണ്ട കല്യാണമാണെന്ന് മാത്രമാണ് അറിയിച്ചത്. കാരണം ആ ടൈം എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈമും കൂടെ ആയിരുന്നോണ്ട് കൃത്യമായിട്ട് ആൾക്കാരുടെ എണ്ണം അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കല്യാണമാണെന്ന് മാത്രമാണ് അറിയിച്ചത്, വരണോ വേണ്ടിയൊന്ന്. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാ ചോദിച്ചേ എന്താ കല്യാണത്തിന് വരാന്ന് ചോദിച്ചപ്പോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞ ലിസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരുണ്ട്, പക്ഷെ കല്യാണത്തിന് വിളിച്ചു. അത് ആക്ച്വലി വിളിച്ചില്ല എന്ന് മനസ്സിലാവും. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയി. കല്യാണത്തിന് വിളിക്കാത്തത് പോട്ടെ, നോട്ട് ചെയ്യേണ്ട പോയിന്റ്. കല്യാണത്തിന് വിളിക്കാത്തത് പോട്ടെ. എന്റെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് എല്ലാരും വന്നു. അതായത് ഒരു സെറ്റ് ഫാമിലി വന്നു. അവരെ ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തില്ല അവര്. ഫോട്ടോ എടുക്കാതെ പോയി. ചോദിച്ചു. അപ്പൊ ആൽബത്തില് നോക്കിയപ്പോ ഇവരാരും കണ്ടില്ല. ആ ഒരു ഗ്രൂപ്പ് ഫുള്ള് കണ്ടില്ല. അത് ചോദിച്ചു എന്താണ് ഫോട്ടോ, ഞങ്ങളെ വിളിച്ചില്ല. എനിക്കറിയാം ഏതാണ്ടൊക്കെ മനസ്സിലായി. കാരണം ഈ റിലേറ്റീവിന്റെ പരിപാടി എടുക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലൈവായിട്ട് കണ്ടതാ. വലിയ വിഷയമായിരുന്നു. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടൊരു ഡൗട്ട് അഖിൽ ബ്രോ, അതായത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കേട്ടൊരു സംഭവമാണ്. ലൈക്ക് നമ്മുടെ കേരളത്തിന്റെ നോർത്തേൺ ഭാഗത്തു നിന്ന് സദേൺ ഭാഗത്തിലോട്ട് വരുമ്പോൾ സ്ത്രീധനം മേടിക്കുന്നതിന്റെ എമൗണ്ട് ഇങ്ങനെ കൂടിയിരിക്കും. അതായത് നോർത്തേൺ ഭാഗത്തു എന്ന് പറയുമ്പോൾ കാസർഗോഡ് തന്നെ അവിടെ ഒന്നും സ്ത്രീധനം അധികം മേടിക്കുന്നില്ല. അപ്പൊ കണ്ണൂർ ഭാഗമൊക്കെ വരുമ്പോഴും ഒന്നും അവിടെ നിന്നും സ്ത്രീധനം മേടിക്കൽ കൊടുക്കൽ അങ്ങനത്തെ വക ഇതില്ലെന്നും. പിന്നെ താഴോട്ട് വരുമ്പോ ഈ ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ വരുമ്പോ സ്ത്രീധനം മേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി എനിക്കറിയാൻ പാടില്ല. ഞാൻ സ്ത്രീധനം അങ്ങനെ സ്ത്രീ ഇല്ലല്ലോ. ധനം നിങ്ങൾ വാങ്ങുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിന് എതിരാണ്. കാരണം നമ്മളെ ഇപ്പോഴും ശീലിച്ചു തുടങ്ങിയാലാണ് ഭാവി തലമുറ നിങ്ങളിങ്ങനെ പറയുമ്പോ ഒരു നാണം. അല്ല ശരിക്കും അങ്ങനെയാണല്ലോ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഇതിനും മുന്നത്തെ തലമുറ മേടിച്ചിട്ടുണ്ടാകാം, പക്ഷെ നമ്മളത് ഫോളോ ചെയ്യരുത്. നമ്മളൊരു പുതിയൊരു സ്റ്റെപ്പ് എടുക്കുക, മേടിക്കാതെ നിർത്തലാക്കണം. എന്റെ ഒരു നിർത്തലാക്കാൻ പറ്റുമെന്നുള്ളത് നിർത്താൻ പറ്റില്ല. കാരണം ഇതൊരു കസ്റ്റമായിട്ട് പല ആൾക്കാരും ഫോളോ കാര്യങ്ങളാണ്. അതിപ്പോ ഞാൻ പറയാനല്ലേ, ഇപ്പൊ സ്കൂളിൽ നിന്ന് റിലീജിയന്റെ ഇത് എടുത്ത് കളയുന്ന പറയുന്ന പോലെ ഈ ഒരു സാധനം എന്തെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് കൺട്രോൾ ചെയ്യാൻ ഒരു ഫോം ഇല്ലാത്തതുകൊണ്ട് ഇത് നടക്കുക തന്നെയാണ്. കാരണം നമ്മൾ തന്നെ ഇപ്പൊ റീസെന്റ് കുറെ കേസുകൾ കണ്ടിട്ടുണ്ട്. കാരണം ഐ മീൻ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഡൗറിയുടെ കേസില് പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ആ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ കൊറേ പേര്
ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അത് റിയൽ ആണ്. അപ്പോഴാണ് ഇപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഒരു പുതിയത് അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഡൗറി കാരണം അതിൽ പ്രശ്നമായിട്ടുള്ള ഒരു ഫാമിലി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ അത് റിയൽ സ്റ്റോറി ആണെന്നും പറയുന്നുണ്ട്. അല്ല, ഈ ഡൗറിയുടെ പ്രശ്നം അതാ. കാരണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് മാത്രം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരാളുണ്ട്, അയാൾ പഠിച്ചിറങ്ങുമ്പോ തന്നെ അയാളും അയാളുടെ വീട്ടുകാരും പറഞ്ഞിട്ടുള്ളത് തന്നെ 1 CR ആണ് അവരുടെ ഡ്രീം. അത് എന്നെ അന്ന് എനിക്കതൊരു വലിയ, പിന്നെ നമ്മളും കുറച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ആകുമ്പോഴാണ് ഞാൻ കേട്ടിട്ടുള്ള അയാളുടെ ഫാമിലി മെമ്പർ പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഡൗറി ആണ് ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്റ്റാറ്റസ് അല്ലടാ, ഇതെന്താ അടിത്തറ. ഡൗറി എന്നാണ് അത് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വെച്ചു. അന്നാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, വെൽ സെറ്റിൽഡ് ആണ്. അത് ഇന്ന് ആലോചിക്കുമ്പോ എനിക്ക് അത് ഭയങ്കര ഒരു പേടിയുള്ള ഒരു പരിപാടി. അപ്പൊ ഡൗറി ഈസ് എ ബാഡ് തിങ്. അത് നമ്മൾ അത് നിങ്ങളാരും ചെയ്യും. അതെ, അത് മാത്രം നിങ്ങള് ഡൗറി മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കല്യാണം തുടങ്ങി ഇപ്പൊ കുറച്ച് മെമ്മറീസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയ ഒരു മൊമെന്റ് ഞാൻ പറയുകയാണെങ്കിൽ ഡൗറി ഈസ് എ വെരി ബാഡ് തിങ്. അതായിരുന്നു മറ്റേത് ഒരു കച്ചവടം അല്ലല്ലോ. തൂക്കി അതൊക്കെ ഉള്ളൂ. കച്ചവടം ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഈ ചാനലിന്റെ. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഫണ്ടിന് സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ ചെറിയ മിനിമം സെറ്റപ്പിൽ 4 വീമ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഷൂട്ട് ചെയ്തതാണ്. കല്യാണം നമ്മൾ എന്തുകൊണ്ട് തോന്നിച്ചില്ല, വേറൊന്നുമില്ല. ഇവരുടെ കല്യാണം വേറെ ടോപ്പിക് ഉണ്ട്. ഇവരുടെ പെണ്ണ് കിട്ടാത്തതുകൊണ്ടും ഞങ്ങളുടെ ആൾക്കാരെ പുറത്തും അപ്പോ ഞങ്ങള് ഇങ്ങനെ ഒരു ചെറിയ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻസ് ഇഷ്ടമായി, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം.